എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര്, 1/4 കപ്പ് വെള്ളം ഇവ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ തൈരും വെള്ളവും എടുത്താൽ മതി. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക്, 1/2 കഷ്ണം ഉള്ളി, 1/2 കഷ്ണം തക്കാളി. അപ്പോൾ ഉള്ളിയും തക്കാളി നമ്മൾ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, ഇതേ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് 1 ക്യാരറ്റ്, അതും ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് മല്ലിയില, 1/2 ടീസ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 6 ബ്രെഡാണ്, അതാണ് ഈ ഒരളവ്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ഒരളവിലും മാറ്റം വരുത്താം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റവയൊക്കെ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത 6 ബ്രെഡിലേക്ക് ഫസ്റ്റ് നമുക്ക് 8 പച്ചമുളക് ഞാൻ 1 ടീസ്പൂൺ വെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അത് 1/2 ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ഇതുപോലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ റവ ഒഴിച്ചു കൊടുക്കാം. ഇതും ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തൊരു പാൻ വെക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1/2 ടീസ്പൂണ് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ബട്ടർ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ആ ബട്ടർ പുരട്ടിയ ആ സൈഡും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് നമ്മുടെ സെക്കൻഡ് സെറ്റും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ റവ കൊണ്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് ടോസ്റ്റ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.